ഹരിച്ചേട്ടാ, കഴിഞ്ഞ ദിവസം ഇന്ത്യ വളരെ തന്ത്രപ്രധാനമായ 2 മിസൈലുകൾ കൂടി പരീക്ഷിച്ചതായി വിവരം പുറത്തു വരുന്നു. ഏതൊക്കെ മിസൈലുകളാണ് പരീക്ഷിച്ചത്? എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? ശരിയാണ്. ഇന്നലെ ഇന്ത്യ വെറും പരീക്ഷിക്കുക മാത്രമല്ല, വിജയകരമായി തന്ത്രപ്രധാനമായ രണ്ട് മിസൈലുകൾ പരീക്ഷിച്ചു. അതിലെ ഒരെണ്ണം ഇനി ആർമിയിലോട്ട് ഇൻഡക്ഷൻ, അതായത് ആർമിയിലോട്ട് വാങ്ങുന്നതിലേക്ക് അടുത്ത സ്റ്റെപ്പാണ്. ബാക്കി എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞു. അത് നാഗ് 2 എന്ന് പറയുന്ന ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ്. ATGM എന്ന് പറയും. പിന്നെ രണ്ടാമത്തേത് ഭാർഗവാസ്ത്ര എന്ന് പറയുന്ന അതിനൂതനമായിട്ടുള്ള ഒരു മൈക്രോ മിസൈൽ എന്ന് പറയും. ഈ മൈക്രോ മിസൈൽ എന്ന് പറയുന്ന ഡ്രോണുകളും, അത് പ്രത്യേകിച്ച് ഈ സ്വാം ഡ്രോൺ, അതായത് തേനീച്ച പോലെ ഇരച്ചു വരുന്ന ഡ്രോണുകളാണ് ഇനി വരുന്ന കാലത്തെ യുദ്ധം. ഇനിയിപ്പോൾ ന്യൂക്ലിയർ ബോംബുകൾക്ക് പോലും പ്രസക്തി ഇല്ലാതാവുന്ന യുദ്ധമാണ്. കാരണം ഈ തേനീച്ചകൾ പോലെ ഇരച്ചു വരുന്ന സ്വാം ഡ്രോണുകൾ നിങ്ങളുടെ മുഖം ഐഡന്റിഫൈ ചെയ്ത് ടാർഗറ്റുകളെ മാത്രം നശിപ്പിക്കും. അതായത് ഇപ്പം ആയിരക്കണക്കിന് ഡ്രോണുകൾ വന്ന് ഒരു നഗരം മുഴുവൻ മനുഷ്യരെ മാത്രം കൊല്ലും. അവിടുത്തെ സ്വത്തിനോ മൃഗങ്ങൾക്കോ ഒന്നും സംഭവിക്കില്ല. അത്തരം യുദ്ധം, അതിനെ നേരിടാനുള്ള, സ്വാം ഡ്രോണിനെ നേരിടാനുള്ള മൈക്രോ മിസൈലാണ്. ഇത് രണ്ടും പരീക്ഷിച്ചു. അപ്പോൾ നമുക്ക് ഈ രണ്ട് മിസൈലുകളെ കുറിച്ചും ഒന്ന് പരിശോധിക്കാം. ആ. ആദ്യമായിട്ട് ഈ നാഗ് 2 എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു, അത് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ്. അതായത് മലയാളത്തിൽ ടാങ്ക് വേധം മിസൈൽ എന്ന് പറയും. ടാങ്കുകളെ ഇന്നത്തെ യുദ്ധത്തിൽ ഇപ്പോ അസർബൈജാനും അർമീനിയയും തമ്മിൽ യുദ്ധം നടന്നു. ആ യുദ്ധത്തോടാണ് ഈ ടാങ്ക് പുതിയൊരു യുദ്ധത്തിന്റെ കാലം. ഓരോ 40 കൊല്ലം കഴിയുമ്പോഴും, ഇത് ഞാനല്ല പറയുന്നത്, യുദ്ധതന്ത്രജ്ഞന്മാർ പറയുന്നത്, 40-50 ഓരോ 40-50 കൊല്ലത്തിനിടയ്ക്കും, 40 കൊല്ലം തന്നെ മതി, യുദ്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കും. കാരണം ഇനി വരാൻ പോകുന്ന യുദ്ധം തുടങ്ങിയത് ഈ അസർബൈജാൻ അർമീനിയ യുദ്ധത്തോടു കൂടിയാണ്. ഇന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ടാങ്ക് വേധം മിസൈലുകൾക്ക് വലിയ പങ്കുണ്ട്. വലിയ ടാങ്കുകൾ, ഒരു കാലത്ത് ടാങ്കുകളെ നേരിടാൻ ആർക്കും പറ്റില്ലായിരുന്നു. ടാങ്കുകൾ ആയിരുന്നു യുദ്ധത്തെ നിയന്ത്രിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ടാങ്കുകളെ നിഷ്പ്രഭമാക്കുന്ന ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളുണ്ട്. ആ മിസൈലുകൾ അസർബൈജാനിന്റെ കയ്യിലുണ്ട്. ആ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് അസർബൈജാൻ അർമീനിയെ ഞെട്ടിപ്പിച്ചത്. അങ്ങനെ അർമീനിയ ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ ആയുധങ്ങളെല്ലാം വാങ്ങുന്നത്. അവര് പിന്നെ ആകാശ് മിസൈൽ വാങ്ങി, അതുപോലെ തന്നെ പിന്നെ പിനാക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ വാങ്ങി ഇന്ത്യയിൽ നിന്ന്. അങ്ങനെ ഇന്ത്യയാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും റഡാറുകൾ വാങ്ങി. അപ്പൊ ഇന്ത്യ ഒരു വലിയ ആയുധ സപ്ലയർ ആയിട്ട് മാറിയ ഒരു യുദ്ധവും കൂടെ ആയിരുന്നു അർമീനിയ അസർബൈജാൻ. അത് യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യയുടെ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞ് അർമീനിയ ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ ശേഖരിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ നാഗ് 2 എന്ന് പറയുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മിസൈലുകളുടെ ശ്രേണിയിലേക്ക് വരുന്ന മിസൈലാണെന്നാണ് യുദ്ധതന്ത്രജ്ഞന്മാരും നിരീക്ഷകരും ഒക്കെ അഭിപ്രായപ്പെടുന്നത്. ഇതിന് 7 മുതൽ 10 കിലോമീറ്റർ വരെ ദൈർഘ്യമുണ്ട്. ഇതിനെ പറയുന്നത് ഫയർ ആൻഡ് ഫോർഗറ്റ് മിസൈൽ എന്ന്. അതായത് നിങ്ങൾ ഈ മിസൈൽ അതിന്റെ ടാർഗറ്റിലേക്ക് ലോക്ക് ചെയ്യും. അത് റഡാറിന്റെ സഹായത്തോടു കൂടിയാ, അല്ലെങ്കിൽ ഇൻഫ്രാറെഡിന്റെ സഹായത്തോടു കൂടിയാവാം ലോക്ക് ചെയ്യുക എന്നാണ് അതിന് സാങ്കേതികമായിട്ട് പറയുന്നത്. അതായത് ആ ഒരു ലക്ഷ്യം ഐഡന്റിഫൈ ചെയ്ത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഓപ്പറേറ്റർക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. ഈ മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് തനിയെ അതിന്റെ ലക്ഷ്യസ്ഥാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും അത് ആ ലക്ഷ്യത്തിന്റെ പിറകെ ചെന്ന് ആ ലക്ഷ്യത്തെ നശിപ്പിക്കും. അത്തരം ഫയർ ആൻഡ് ഫോർഗറ്റ് മിസൈലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ പല അന്താരാഷ്ട്ര സൈനിക ജേണലുകളും വായിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും വലിയ വെല്ലുവിളിയായിരിക്കും. ഈ കഴിഞ്ഞ ലഡാക്കില് 2020 ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ ഒരു സംഘർഷം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? ഡോക്ലാമിൽ. അപ്പൊ ആ ഡോക്ലാം സംഘർഷത്തിന്റെ സമയത്ത് ഇന്ത്യക്ക് ഇതുപോലൊരു ആന്റി ടാങ്ക് മിസൈൽ ഇന്ത്യയുടെ കൈവശമില്ലായിരുന്നു. എന്നാൽ ചൈനയുടെ കൈവശം HJ-20 എന്ന് പറയുന്ന HJ-20 എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട്. ആ മിസൈൽ ഏതാണ്ട് ഇതിനോട് കിടപിടിക്കുന്നതാണ്. പക്ഷെ ഇതിനോട് പൂർണ്ണമായിട്ടും കിടപിടിക്കില്ല. അത് ഫയർ ആൻഡ് ഫോർഗറ്റ് അല്ല. അതായത് വിക്ഷേപിച്ചു കഴിഞ്ഞാലും ഓപ്പറേറ്റർ അതിന്റെ പുറകെ നിൽക്കേണ്ട ഒരു മിസൈലാണ് HJ-20. അപ്പോൾ അന്ന് ഇന്ത്യ ആകെ വിഷമിച്ചു.
കാരണം ചൈനയുടെ കയ്യിൽ അന്നേ HJ-20 ഉണ്ട്. ഇന്ത്യയുടെ കയ്യിൽ ഇങ്ങനെ നാഗ് 2 ഇല്ല. അപ്പോൾ അടിയന്തരമായിട്ട് 200 സ്പൈക്ക് എന്ന് പറയുന്ന ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഇസ്രായേലിൽ നിന്നും അടിയന്തരമായിട്ട് വാങ്ങിച്ചാണ് ഇന്ത്യ അവിടെ പ്രതിരോധം സജ്ജമാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ. ഇനിയിപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു പേടി വേണ്ട. കാരണം നാഗ് മിസൈൽ നമ്മുടെ കൈവശം എത്തിക്കഴിഞ്ഞു. അത് സർവ്വ പരീക്ഷണങ്ങളും പൂർത്തിയാക്കി. ഇനി ആർമിയിലേക്ക് ഇൻഡക്ഷൻ മാത്രം മതി. ചോദിച്ചോളൂ. തീർച്ചയായിട്ടും അങ്ങ് നാഗ് മിസൈലിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. പ്രത്യേകിച്ചും ചൈന ഉയർത്തിയ വെല്ലുവിളിയെ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ ഇനി പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇസ്രായേലിനെ ആശ്രയിക്കേണ്ട, അമേരിക്കയെ ആശ്രയിക്കേണ്ട ഇക്കാര്യത്തിൽ. അങ്ങ് രണ്ടാമതൊരു മിസൈലിനെ കുറിച്ച് പറഞ്ഞു, ഭാർഗവ് അസ്ത്ര, അങ്ങനെയല്ലേ അതിൻ്റെ പേര്? എന്താണ് അതിൻ്റെ അതെ, അതെ. വിശദാംശങ്ങൾ കൂടെ ഒന്ന് പങ്കുവയ്ക്കാമോ? ഈ ഭാർഗവസ്ത്ര ഒരു മൈക്രോ മിസൈലാണ്, വളരെ ചെറിയൊരു മിസൈലാണ്. ഇത് അനേകം മിസൈലുകൾ, ഒരു ബഞ്ച് ഓഫ് മിസൈലായിട്ടായിരിക്കും വിക്ഷേപിക്കുന്നത്. ഒന്നിന് പുറകെ ഒന്നായി 60 മിസൈലുകൾ ഒരേ സമയം പോകും. ആ പോകുന്ന മിസൈലുകൾ സ്വാം ഡ്രോൺസ് എന്ന് പറയുന്ന തരത്തിലുള്ള ഡ്രോണുകളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ സ്വാം ഡ്രോൺ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമേ പറഞ്ഞു, അതൊരു തേനീച്ചക്കൂട്ടം പോലെ, കടന്നൽ കൂട്ടം പോലെ ഇളകി വരുന്ന ഒരു ഡ്രോണുകളായിരിക്കും. ഈ സ്വാം ഡ്രോണുകളായിരിക്കും ഭാവി യുദ്ധത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് ഒരു സൈന്യം മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ സ്വാം ഡ്രോണുകൾ വന്നിട്ട് ഓരോ സൈനികനെയും തെരഞ്ഞു പിടിച്ച് അയാളെ കൊല്ലും. ഇത് വളരെ ചെറുതായിരിക്കും. ഇപ്പോൾ ഒരു ചെറിയൊരു കുരുവിയുടെ അത്രയേ കാണത്തുള്ളൂ, പക്ഷിയുടെ അത്രയും. അതുപോലുള്ള ഇപ്പൊ ഇന്ത്യ ഈ അടുത്ത സമയത്ത് അതുപോലെ ഒരു ഡ്രോൺ സൈന്യത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ബ്ലാക്ക് ഹോർണറ്റ് എന്നാണ് അതിന്റെ പേര്. ആ ബ്ലാക്ക് ഹോർണറ്റ് ഡ്രോൺ പോലെ അത്തരം ഒരു 50 ഡ്രോൺ ഒരുമിച്ച് വരുവാന്നിരിക്കട്ടെ. അത് ഒരുമിച്ച് ഇപ്പം നമ്മുടെ ഒരു നഗരത്തിലേക്ക് വന്നിറങ്ങുന്നു. ഇപ്പൊ എറണാകുളത്ത് പ്രശാന്ത് ഇരിക്കുന്ന എവിടെയാണ്, കടവന്ത്രയിലേക്ക് വന്നിറങ്ങുമ്പോൾ എല്ലാവരും വീട്ടിനുള്ളിലേക്ക് യുദ്ധം നടക്കുകയാണ്, വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. പക്ഷേ ഈ സ്വാം ഡ്രോണുകൾ വന്നിട്ട് ജനലിനുള്ളിലേക്ക് കയറാൻ നോക്കും. സ്ഥലമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജനലിനുള്ളിലൂടെ അകത്ത് കയറി നിങ്ങളുടെ ആരാണ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അയാളെ മാത്രം നശിക്കും. മനസ്സിലായി? അതായത് ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം ശത്രു കൊച്ചി പിടിച്ചെടുത്ത് കഴിയുമ്പോൾ, കടവന്ത്ര പിടിച്ചെടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള കെട്ടിടങ്ങൾക്കോ മറ്റ് യന്ത്രങ്ങൾക്കോ ഒന്നും നാശനഷ്ടമില്ല. ശത്രു ആ മനുഷ്യരെ മാത്രം കൊന്നുകളയും. ഇത്തരം ഡ്രോണുകളായിരിക്കും ഇനി യുദ്ധത്തെ നിയന്ത്രിക്കുന്ന സ്വാം ഡ്രോൺസ്. ഈ സ്വാം ഡ്രോൺ അറ്റാക്കിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെ സൈനികർക്കൊന്നും ഇനി മനുഷ്യ സൈനികർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ സംശയമാണ്. എൻ്റെ ഊഹത്തിൽ ഒരു 25 വേണ്ട, ഒരു 15-20 കൊല്ലം കഴിയുമ്പോഴേക്കും മനുഷ്യരുടെ പട്ടാളക്കാരുടെ ഹ്യൂമൻ സോൾജേഴ്സ് എന്ന് പറയുന്നത് യുദ്ധഭൂമികളിൽ അത് വിരളമായിരിക്കും. പകരം വിദൂര നിയന്ത്രിത സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും യുദ്ധം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ യുദ്ധത്തിൽ ഈ സ്വാം ഡ്രോണുകളെ നശിപ്പിക്കാനുള്ള ഈ ആയുധം, അതാണ് ഭാർഗവാസ്ത്ര. അത് പരീക്ഷണം പൂർണ്ണമായിട്ട് വിജയിച്ചു. ഇനി അത് യൂസർ ട്രയലിന് പോകും. അതായത് ഇനി സൈന്യത്തിന് കൈമാറുമ്പോൾ സൈനികർക്ക് ഇത് ഉപയോഗിക്കാനുള്ള പരിശീലനം കൊടുത്ത് അവരെ കൊണ്ട് ഇത് പ്രയോഗിപ്പിക്കും. ഇനി യൂസർ ട്രയലാണ് നടക്കാനിരിക്കുന്നത്. അതൊരു 2 മാസത്തിനുള്ളിൽ യൂസർ ട്രയൽ നടക്കും. എന്തായാലും ഇത് വലിയൊരു സാങ്കേതിക വിദ്യയാണ്. ഞാൻ ഇന്ന് ഡിഫൻസ് ജേർണലുകളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നത്, ഇത് ശരിക്കും അമേരിക്ക, റഷ്യ, ചൈനയിലും ഒക്കെ തന്നെ ഇത് പ്രാഥമിക ഘട്ടത്തിലാണ് ഇത്തരം ആയുധങ്ങൾ. അപ്പോൾ ശരിക്കും ഇത് ഇന്ത്യയുടെ ഒരു വലിയ നേട്ടമാണ്, അത് സംശയമൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ പല മേഖലയിലും അമേരിക്കയോടും റഷ്യയോടും ചൈനയോടും ഒക്കെ ഒപ്പം തന്നെയാണ്. പക്ഷെ ചില മേഖലകൾ അവർ നമ്മളെക്കാൾ 10-15 കൊല്ലം മുമ്പിലുമാണ്. അത് രണ്ടും പറയണം, എങ്കിലേ നമ്മുടെ ഈ ചിത്രം പൂർണ്ണമാകത്തുള്ളൂ. നമ്മുടെ നേട്ടങ്ങൾ മാത്രം പറയാതെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചില മേഖലകൾ നമ്മൾ പിന്നിൽ നിൽക്കുന്നുണ്ട്, അതും നമ്മൾ പറയണം. കുറവുകളുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആധുനികമായിട്ട് വികസിപ്പിച്ചെടുത്ത, ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈപ്പർസോണിക് മിസൈൽ ആവട്ടെ, അല്ലെങ്കിൽ റാംജെറ്റ് എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന എയർ ടു എയർ മിസൈലാണ്. ഇവിടെയൊക്കെ ഇന്ത്യ നിർണായക വിജയങ്ങൾ ഇപ്പം നേടിയിരിക്കുകയാണ്. ഇന്ത്യ ഏതാണ്ട് വികസിത രാജ്യങ്ങളോടൊപ്പം തന്നെയാണ്, അത് സംശയമില്ല. തീർച്ചയായിട്ടും അഭിമാനകരമായ നേട്ടമാണ് ഇന്ത്യൻ സൈന്യത്തിന്. വരും ദിനങ്ങളിൽ പരമാവധി സൈനികരുടെ കാഷ്വാലിറ്റീസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി എതിരാളികളെ നിഷ്പ്രഭമാക്കാനും നമുക്ക് സാധിക്കും. മാത്രമല്ല ഇത് യുദ്ധം ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയത്. ഇത് സമാധാനം കൊണ്ടുവരും. കാരണം ഇത്രയധികം വലിയ ശക്തിയായി ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് ഇനിയും
ആരും ആരും തയ്യാറാകും തയ്യാറാകില്ല. എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ശക്തന്റെ മുന്നിൽ എല്ലാവരും കൈ കൊടുക്കാൻ, സൗഹൃദം വെച്ച് നീട്ടാനാണ് ആഗ്രഹിക്കുന്നത്. ശക്തനോട് മുട്ടാൻ ആരും തയ്യാറാകില്ല. എന്തായാലും നമ്മുടെ രാജ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ബഹിരാകാശ ദൗത്യത്തിൽ ചരിത്ര നേട്ടം നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ മിസൈൽ രംഗത്ത് വലിയ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത്. അനുദിനം പുതിയ പുതിയ വിവരങ്ങൾ, പുതിയ പുതിയ ആയുധങ്ങൾ, പുതിയ പുതിയ പ്രയോഗങ്ങൾ. നമ്മുടെ സൈനികരുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്. അത് നഷ്ടപ്പെടുത്താതെ നമുക്ക് നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. അതിനാണ് നമ്മുടെ സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത്. എന്തായാലും ഈ നേട്ടങ്ങളെല്ലാം ഓരോ ഭാരതീയ പൗരനും, ഓരോ ഇന്ത്യൻ പൗരനും അവൻ്റെ തല ഉയർത്തിപ്പിടിക്കാൻ അവനെ സഹായിക്കുന്നു, അവനെ പ്രേരിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി.